ഒരു ഫീൽ ഗുഡ് എന്റർടൈനറുമായി നിവിൻ പോളി തിരിച്ചു വന്നപ്പോൾ അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചാണ് സർവമായ നമ്മളോടെല്ലാം സംസാരിക്കുന്നത്. മലയാളികൾ എക്കാലത്തും സത്യനന്ദിക്കാട് സിനിമകളുടെ ഒരു ആരാധകരായിരുന്നു. സത്യനന്ദിക്കാട് സിനിമകളുടെ 2.0 വെർഷൻ എന്ന് വേണമെങ്കിൽ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായയെ നമുക്ക് വിളിക്കാം. ഈ സിനിമയിൽ നമ്മുടെ ഫാമിലീസിനെ വളരെ ഇഷ്ടമുള്ള നിവിൻ പോളി കൂടി ചേർന്നപ്പോൾ ഈ സിനിമയെ വേറൊരു തലത്തിലേക്കാണ് മലയാള കുടുംബ പ്രേക്ഷകർ കൊണ്ടുപോയത്. സർവമായ എന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം ഈ സിനിമയുടെ വിജയത്തിന് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് അടിത്തറയിടുന്നതാണ്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 8 ദിവസം കൊണ്ട് സിനിമ 78,76,00,000 രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. സിനിമയുടെ ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കിയാൽ ഒന്നാം ദിവസം 8,30,00,000 രൂപയും, രണ്ടാം ദിവസം 10,75,00,000 രൂപയും, മൂന്നാം ദിവസം 13,18,00,000 രൂപയുമാണ് സിനിമ നേടിയത്. നാലാം ദിവസത്തിലും 13,01,00,000 രൂപ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അഞ്ചാം ദിവസം 7,85,00,000 രൂപയും, ആറാം ദിവസം 8,09,00,000 രൂപയും സിനിമ കളക്ട് ചെയ്തു. ഡിസംബർ 31 സിനിമയ്ക്ക് ഒരു കളക്ഷൻ ഇടിവ് ഉണ്ടായ ഒരു ദിവസം. 6,62,00,000 രൂപയാണ് ഡിസംബർ 31 സിനിമ കളക്ട് ചെയ്തത്. അത് ചിലപ്പോൾ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമായിരിക്കും അന്നത്തെ ഒരു ദിവസം ചെറിയൊരു കളക്ഷൻ ഇടിവ് ഉണ്ടായത്. എന്നാൽ ന്യൂ ഇയർ ദിനത്തിൽ സിനിമ കളക്ട് ചെയ്തത് 10,96,00,000 രൂപയാണ്. ഇന്നും സിനിമയ്ക്ക് അതേ ലെവൽ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ശനിയാഴ്ചയും മറ്റന്നാൾ ഞായറാഴ്ചയും കൂടി ആകുമ്പോൾ സിനിമ 100 കോടിക്ക് മുകളിൽ ഈ ഞായറാഴ്ചയോട് കൂടി കളക്ഷനിലേക്ക് എത്തിച്ചേരുമെന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സർവമായയുടെ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട്.